ലോഡ് ചെയ്തോണ്ടിരിക്കുക. റുട്ടീനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ മോളാണ്, അതായത് കല്യാണി അല്ലേ, മോളാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആൻഡ് റോൾ മോഡൽ. വീട്ടിലിങ്ങനെ മോളിങ്ങനെ വരച്ചിട്ടിരിക്കുക, അമ്മ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് മോൾ പറഞ്ഞിട്ട്? ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ. ആക്ച്വലി ഐ ലവ് ബേബി ഗേൾസ്, യുനോ. എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയുള്ള സമയത്ത് ഞാൻ എല്ലാം ദേവീക്ഷേത്രം മാത്രം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പ്രേ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഗേൾ ബേബി മതി, എനിക്ക് ഗേൾ ബേബി വേണം, ഗേൾ ബേബി വേണം എന്ന്. എല്ലാവരും എന്നെ കണ്ടവരെല്ലാവരും പറയും, ഇല്ല നീ വന്ന് ആൺകുട്ടിയാണെന്ന് തോന്നി. എല്ലാം വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ടെൻഷൻ കൂടി വരിക. ഞാൻ അന്ന് പിന്നെ എവറി ഡേ ഐ ഗോ ടു അടുത്ത ഒരു ഭഗവതിയുടെ ടെമ്പിൾ ഉണ്ട്, അവിടെ പോയി ഒരു 100 ടൈംസ് ഇങ്ങനെയൊക്കെ പ്രദക്ഷിണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഗേൾ ബേബി വേണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കി വെച്ചു. അതെ, സെറ്റാക്കി ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഗേൾ ബേബി ആണെന്ന്. ഐ വാസ് സോ എക്സൈറ്റഡ്. ആൻഡ് ഷീ ഡസ് സ്കിൻ കെയർ റൊട്ടീൻ ഒക്കെ അവള് പറഞ്ഞു തരും എല്ലാം. അവള് പിന്നെ എൻ്റെ ഡ്രസ്സ് കോഡ്, ഞാൻ എന്ത് ജുവൽസ് ഇടണം, എന്ത് ഡ്രസ്സ്, എന്ത് ചപ്പൽ ഇടണം, എന്ത് പൊട്ട് വെക്കണം, എല്ലാം അവള് എനിക്ക് വീട്ടിൽ അല്ല സ്റ്റൈലിസ്റ്റ് വീട്ടിൽ തന്നെ. സോ ഷീ ഈസ് a fashion designer also. Oh great. So now she is into business. ആൻഡ് അത് മാത്രല്ല, റോൾ മോഡൽ എന്ന് പറഞ്ഞില്ലേ, മോളുടെ ബിസിനസ്സിന് അമ്മ തന്നെയാണ് മോഡൽ. ഒരു മണി പോലും പുറത്തേക്ക് പോകുന്നില്ലല്ലേ. അവളുടെ ബ്രാൻഡ് അക്കീറ സിൽക്ക് ആണ്. അക്കീറ സിൽക്ക്. This is all 100% pure കാഞ്ചീപുരം. No, it is pure പട്ട് സാരീസ് ആണ്. Okay, fine. So it is 100%. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെന്നൈയിൽ വരണോ? ഇല്ല, this is online ആണ്. ഇൻസ്റ്റാല് പർച്ചേസ് ചെയ്യാനൊന്നുമല്ല, അവിടെ ഒന്ന് കൊളാബ് ചെയ്ത് ഒരെണ്ണം മേടിച്ചെടുക്കും. ഒരു പറയാണല്ലോ. എങ്ങനെയാ ഒരു ദിവസത്തെ ലൈക്ക് റുട്ടീൻ എന്ന് പറയുന്നത്? വീട്ടിലുള്ള സമയത്ത് എങ്ങനെയാണ് ഒരു ഡെയിലി ഡേ ഗോ? ഐ ലവ് കുക്കിംഗ്. എനിക്ക് എത്ര മണിക്ക് എണീക്കും? ഞാൻ ഒരു 6 o'clock. 6 o'clock ഡെയിലി വർക്ക്ഔട്ട്സ്, യോഗ അല്ല, ഒന്നുമില്ല, ഒന്നി വാക്കിംഗ്. എന്റെ ടെറസ് ഉണ്ട്, അതിൽ വാക്കിംഗ് ആണ്. ഫുഡ് റെസ്ട്രിക്ഷൻസ് ആണ്, അത്രേ ഉള്ളൂ. ഞാൻ കാര്യങ്ങൾ കഴിക്കും. ഞാൻ എനിക്ക് വെജ് ആണ് ഇഷ്ടം. പൊതുവേ വെജിറ്റേറിയൻ ആണോ? പൊതുവേ വെജിറ്റേറിയൻ ആണ്. ഐ ഈറ്റ് ഓൺലി ഓൺ വെൻസ്ഡേ ആൻഡ് സൺഡേയിലാണ് നോൺ വെജ് കഴിക്കുള്ളൂ. ആൻഡ് ഇപ്പൊ വന്നിട്ട് പൊറോട്ടാസി മാസം എന്ന് പറയും അവിടെ തമിഴ്. പൊറോട്ട അല്ല, പൊറോട്ടാസി എന്ന് പറഞ്ഞാല് ഇത് 1 month വി ആർ വെജിറ്റേറിയൻസ്. എഗ് പോലും കഴിക്കില്ല, കേക്ക് പോലും കഴിക്കില്ല. സോ ഇങ്ങനെ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫുഡ് റെസ്ട്രിക്ഷൻസ്. ദാറ്റ്സ് ഓൾ. അഞ്ജന വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഞാൻ ആര് വെച്ചതാണെങ്കിലും കഴിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ. മീനാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ വറ്റിച്ച് വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോ ആ ചട്ടിയുടെ അകത്ത് ചോറിട്ട് കുഴച്ച് പഴങ്കഞ്ഞി, കപ്പ. മലയാള ഡിക്ഷണറിക്ക് ഒരു വാക്ക് കിട്ടി, എന്തൊക്കെ വേണം? നീ കഴിക്കുന്നില്ല, ഞാൻ കഴിക്കും. എന്തൊക്കെ തരും? കൂടുതലും കഴിക്കുന്ന തൈരും ചോറുമാണ്. അഞ്ജന അടുത്ത എപ്പിസോഡിലുള്ള വഴി വെട്ടുകയാണ്. പക്ഷെ അഞ്ജന അറിയുന്നില്ല ഈ എപ്പിസോഡിൽ നിലയ്ക്കുമെന്നുള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ. ചോദ്യമുണ്ട്. എനിക്ക് ചെറുപ്പത്തിലേ ഗാനമേളയിലും അല്ലാത്ത പരിപാടിക്കൊക്കെ ശാരീ ആ പാട്ടില്ലേ, മേരി മുകേഷ്, മണിയമ്പിള്ള, രാജ് ഇവരെ എന്നെ കണ്ടപ്പോ ഷാരി മേരി രാജേശ്വരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നെ. മാമും രസമായിട്ട് ആ ഒരു വരി പാടി, ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് പാടിയാൽ, എല്ലാരും കൂടെ ഒന്ന് പാടിയാൽ മേരി രാജേശ്വരി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹമ്മിയോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ശാരി മേരി രാജേശ്വരി. 1 2 3 സ്റ്റാർട്ട്. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. പേര് പറഞ്ഞാൽ പീണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. നേരു പറഞ്ഞാൽ പീണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി.